സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കുന്നതിനുള്ള 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. माननीय प्रधानमंत्री जी ने केंद्र सरकार के सभी कर्मचारियों के लिए 8th सेंट्रल पे कमीशन को मंजूरी दे दी है। 8th सेंट्रल पे कमीशन आप सब जानते हैं 1947 से अब तक 7 पे कमीशंस हुए हैं और प्रधानमंत्री जी ने एक रेगुलर रिदम के साथ पे कमीशन बनाने का जो एक संकल्प लिया है, उसके हिसाब से 2016 में लास्ट पे कमीशन 7th पे कमीशन स्टार्ट हुआ था, तो 2026 में इसका टर्म कंप्लीट होता है। उससे वेल बिफोर 2025 में 8th पे कमीशन स्टैब्लिश करने से सफिशिएंट टाइम मिलेगा so that the recommendations can be received well before the completion of the period of 7th pay commission. കേന്ദ്ര ബജറ്റിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് 8ാം ശമ്പള കമ്മീഷന്റെ രൂപീകരണത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ശുപാർശകൾ അടുത്ത വർഷം സമർപ്പിക്കുമെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. രാജ്യത്തെ 1 കോടിയിലധികം വരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അടിസ്ഥാന ശമ്പളം, അലവൻസുകൾ, പെൻഷൻ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ പരിഷ്കരിക്കുക ലക്ഷ്യമിട്ടാണ് ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നത്. 1947 മുതൽ 7 ശമ്പള കമ്മീഷനുകളാണ് രൂപീകരിച്ചിട്ടുള്ളത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള ഘടന, ആനുകൂല്യങ്ങൾ, അലവൻസുകൾ എന്നിവ തീരുമാനിക്കുന്നതിൽ ശമ്പള കമ്മീഷനാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. മിക്ക സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും കമ്മീഷന്റെ ശുപാർശകൾ പാലിക്കുന്നു. 2025 ഡിസംബർ 31 വരെ 7ാം ശമ്പള കമ്മീഷന്റെ കാലാവധി ബാക്കി നിൽക്കെയാണ് 8ാം കമ്മീഷന് അനുമതി നൽകിയിരിക്കുന്നത്. 7ാം ശമ്പള കമ്മീഷൻ ശുപാർശകൾ ഇതിനകം നടപ്പാക്കിയിട്ടുണ്ടെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. പുതിയ കമ്മീഷൻ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് വിശദാംശങ്ങൾ സർക്കാർ പിന്നീട് അറിയിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. UPA സർക്കാരിന്റെ കാലത്ത് 2014 ഫെബ്രുവരിയിലായിരുന്നു 7ാം ശമ്പള കമ്മീഷന് രൂപം നൽകിയത്. 2016 ജനുവരിയിൽ NDA സർക്കാർ അധികാരത്തിൽ വന്നതോടെയാണ് ശുപാർശകൾ നടപ്പാക്കിയത്. 8ാം ശമ്പള കമ്മീഷനിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശരാശരി വേതനത്തിൽ 186% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. 2.86 ബേസിസ് പോയിന്റ് അല്ലെങ്കിൽ BP ആണ് ഈ കമ്മീഷന്റെ ഫിറ്റ്മെന്റ് ഫാക്ടറായി പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നത്. 2.57 ആണ് 7ാം ശമ്പള കമ്മീഷൻ ഫിറ്റ്മെന്റ് ഫാക്ടറായി കണക്കാക്കിയത്. തുടർന്ന് അടിസ്ഥാന ശമ്പളം 7000 നിന്ന് 18000 രൂപ എന്ന നിരക്കിലേക്ക് ഉയർന്നിരുന്നു. പെൻഷൻ 3500 നിന്ന് 9000 ഉയർന്നിരുന്നു. 8ാം ശമ്പള കമ്മീഷൻ 2.86 BP ആയി കണക്കാക്കിയാൽ അടിസ്ഥാന ശമ്പളം 18000 രൂപയിൽ നിന്ന് 51480 രൂപയിലേക്കാണ് ഉയരുക. പെൻഷൻ തുക 9000 നിന്ന് 25740 രൂപയിലേക്കും വർദ്ധിക്കും. അതിനാൽ കേന്ദ്രമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ബജറ്റിന് തൊട്ടു മുൻപ് ജീവനക്കാർക്ക് നൽകുന്ന കൈനീട്ടമായാണ് വിലയിരുത്തുന്നത്. പുതിയ പാനൽ രൂപീകരിക്കുന്നത് സംബന്ധിച്ച് ജീവനക്കാരുടെ പ്രതിനിധികളും വിവിധ ട്രേഡ് യൂണിയനുകളും കഴിഞ്ഞ 1 വർഷത്തിനിടെ സർക്കാരുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു. 50 ലക്ഷത്തോളം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 65 ലക്ഷം പെൻഷൻകാർക്കും പ്രയോജനം ലഭിക്കുന്ന 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ യൂണിയനുകൾ അടുത്തിടെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു.